നമസ്കാരം. സഹാറ റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് INC സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിനകത്ത് തന്നിട്ടുള്ള മേഖലയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് INC കുറിച്ചിട്ടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ PSC എക്സാമിൽ വളരെ കാര്യമായൊരു മാറ്റമുണ്ടായി. അങ്ങനെ ചുമ്മാ ഒന്നും വായിച്ചിട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസിലൊക്കെ കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾ നടന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, NCERT SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരന്ന വായന, വളരെ വിശദമായിട്ടുള്ള വായന ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കൊള്ളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സ്ഥാപിതമായത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് പേർക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. ഉത്തരങ്ങൾ നിങ്ങൾ ചുമ്മാ പറഞ്ഞാൽ ഉത്തരം നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും, നിങ്ങൾ ചുമ്മാ പറഞ്ഞു നോക്കുക. നമ്മളതിൻ്റെ ആൻസർ പറയും, ക്ലാസ് കഴിഞ്ഞ ശേഷം പറയും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബ്രിട്ടീഷ് ഇനിഷ്യേറ്റീവ് ടു ആക്ട് ആസ് എ സേഫ്റ്റി വാൽവ് ടു കർബ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയ ഒരു സേഫ്റ്റി വാൽവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് INC തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ചുമ്മാ പഠിച്ചിട്ട് പോയാൽ എഴുതാൻ പറ്റുമോ ഇതിൻ്റെ ഉത്തരം? ഇല്ല. അടുത്ത നോക്കിക്കേ. ഇറ്റ് വാസ് ദ ക്ലാമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ അവേക്കനിങ് ആൻഡ് നാഷണൽ കോൺഷ്യൻസസ് ടു അച്ചീവ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്. ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്, അതായത് സാമ്രാജ്യത്വ വിരുദ്ധ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു പരിസമാപ്തി എന്ന രീതിയിലുള്ള ഒരു ദേശീയ ഉണർവിൻ്റെയും ദേശീയ അവബോധത്തിൻ്റെയും ഒക്കെ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് INC ഫോം ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ. ദ എഡ്യൂക്കേറ്റഡ് എലൈറ്റ്സ് ഫൗണ്ട് ഇറ്റ് ടു ഫുൾഫിൽ ദെയർ ആസ്പിറേഷൻ ഫോർ ഗ്രാബിംഗ് പൊളിറ്റിക്കൽ പവർ. എഡ്യൂക്കേറ്റഡ് എലൈറ്റ്സിൻ്റെ, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ടാണ് INC കൊണ്ടുവന്നത് എന്നൊരു പ്രസ്താവന തന്നിട്ടുണ്ട്. അടുത്തത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഹാത്മാഗാന്ധി. ഇങ്ങനെ 4 പ്രസ്താവനകൾ. ഈ 4 പ്രസ്താവനകളിൽ നിന്നതാ ഓപ്ഷൻ A only 3, only 1, only 2, only 4. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എല്ലാവർക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റൂ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കണ്ടോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ പോയിരിക്കുന്നത്? കണ്ടോ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റങ്ങൾ? കണ്ടോ? പണ്ട് ഒരു 5-6 വർഷം മുമ്പ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കി. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫോറിൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ജോർജ് യൂൾ ഉണ്ട്, ആനി ബെസന്റ് ഉണ്ട്, A.O. ഹ്യൂം ഉണ്ട്, സോണിയ ഗാന്ധി ഉണ്ട്. ഇതിൽ ആരാണ്? ഇതിൻ്റെ ഉത്തരവ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കണ്ടോ ക്വസ്റ്റ്യൻസ്? കണ്ടോ? നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്, മുമ്പ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വിലയിരുത്താൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ? നോട്ട് ട്രൂ. ഇതിനെ ശ്രദ്ധിച്ചോണം നിങ്ങൾ. നോട്ട് ട്രൂ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നതോ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് റിഗാർഡ് വിത്ത് ടു ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ A.O. ഹ്യൂം. A.O. ഹ്യൂം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ്. ഫോർമുലേഷൻ ഓഫ് പോപ്പുലർ ഡിമാൻഡ്സ് ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ബിഫോർ ദ ഗവൺമെൻറ് മുമ്പിൽ എന്ത് ചെയ്യുക? നമ്മുടെ രാജ്യത്തെ ആളുകളുടെ പോപ്പുലർ ഡിമാൻഡ്സ് ആൻഡ് റെപ്രസെൻറ്റേഷനൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുപോയിക്കുക. INCയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു, ലക്ഷ്യമായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഓർഗനൈസേഷൻ പബ്ലിക് ഓപ്ഷൻസ് ഇൻ ദ കൺട്രി.
രാജ്യത്തെ ജനങ്ങളുടെ എന്താണ് പബ്ലിക് ഓപ്ഷൻസിന് വേണ്ടിയിട്ടുള്ള എന്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഇത് INC ലക്ഷ്യമായിരുന്നോ? പൊതുജന അഭിപ്രായം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ് ചെയ്യുക, അതിനുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളോ കൊടുക്കുക എന്നുള്ളത് INC ഒബ്ജക്റ്റീവ് ആയിരുന്നോ ഇല്ലയോ നമുക്കറിയില്ല അല്ലേ, നമ്മൾ പഠിക്കും എന്തൊക്കെയാണെന്ന്. അടുത്ത് നോക്കിക്കേ, അറ്റൈൻ നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾസ്. അറ്റൈൻ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾസ്, നിരന്തരമായ സമരങ്ങളിലൂടെ എന്ത് നേടിയെടുക്കുക, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു INC ഒബ്ജക്റ്റീവ്. അതോ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ഫീലിംഗ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇതായിരുന്നു INCയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ 4 ഒബ്ജക്റ്റീവ്സിൽ ഏതാണ് ശരിയല്ലാത്തത്? അപ്പോൾ ഇതിനകത്ത് 3 ശരിയായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ INCയുടെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്ന് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. കറക്കി കുത്തി എഴുതിപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം വന്ന് കാണും. എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് പേര് ഇതിനകത്ത് ഇന്നതായിരിക്കും തെറ്റ് അല്ലെങ്കിൽ ഇന്നതായിരിക്കും ശരി എന്ന് ഒരു അസംഷനിൽ എത്തിക്കാണും. ആ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ INCയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. ശരിയോ തെറ്റോ നമുക്കറിയില്ല. അറിയാവുന്നവരുണ്ട്, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. അടുത്തത്, INCയുടെ ആദ്യ സമ്മേളനം നടക്കാൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ശരിയാണോ തെറ്റാണോ? കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല, ഒക്കെ നമ്മൾ പഠിക്കും. വെയിറ്റ്. അടുത്തത്, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. 4ാമത്തെ പ്രസ്താവന, INCയുടെ 2ാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ INC മുഴുവൻ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ 1 മാർക്ക് നേടാൻ കഴിയൂ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഈ INC എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല വിശദമായിട്ട് അരച്ച് കലക്കി കുടിച്ച് എല്ലാ മേഖലയും പരാമർശിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. INC ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1857 വിപ്ലവവും INCയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ INC അല്ലേ പഠിക്കുന്നേ, അതിനകത്ത് എന്തിനാ 1857 വിപ്ലവം അല്ലെങ്കിൽ 57 വിപ്ലവമായിട്ട് എന്താ INCക്ക് ബന്ധം? ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കൊള്ളുക. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഇൻ 1857. 1887 മെയ് 10 എന്ത് ചെയ്യുന്നത്, 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് അത് മൊത്തം പഠിക്കേണ്ട. ഈ വിപ്ലവം എന്ത് ചെയ്തു, 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് നമ്മൾ INC പഠിക്കുന്നത്, നമ്മൾ ഈ 1857 വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണം പഠിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വിശദമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗനിസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ ഈ റിവോൾട്ടിനെതിരായിരുന്നു. ഇത് റിവോൾട്ട് പരാജയപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമ്മൾ INCയുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗനിസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിനെതിരായിരുന്നു. ഓക്കെ, അടുത്തത്, റിബൽസ് വെയർ വെൽ നോട്ട് ഓർഗനൈസ്ഡ്. ഈ സമരക്കാർ എന്തായിരുന്നില്ല, അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉത്തരേന്ത്യയിലാണ് എന്ത് ചെയ്തത്, കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഈ സമര കേന്ദ്രങ്ങൾ ഉണ്ടായത്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിവോൾട്ട് പൊട്ടിപ്പറന്നുണ്ട്. പക്ഷേ ഈ ഒരു റിവോൾട്ടും എന്തായിരുന്നില്ല, ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഓരോ പ്രദേശത്തെയും ആളുകൾ എന്ത് ചെയ്യുന്നു, വിപ്ലവം എന്ന് പറഞ്ഞിട്ട് സമരത്തിന് പോകുന്നു. ഇതൊന്നും ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഇത് റിവോൾട്ട് പരാജയപ്പെട്ടു പോകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തത്, ഇൻ ടൈംസ് ഓഫ് മാൻ പവർ ആൻഡ് വെപ്പൺ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് സുപ്പീരിയർ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ മാൻ പവർ,
അതുപോലെ വെപ്പൺ, ആയുധങ്ങൾ, ഈ രണ്ട് കാര്യത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായിരുന്നു, നമ്മുടെ സമരക്കാരെ വെച്ച് നോക്കുമ്പോൾ, റിബൽസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുൻപിലായിരുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ മാൻ പവറും വെപ്പൺ പവറും ഉള്ള ആളുകളായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, നോട്ട് ആൾ സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സപ്പോർട്ടഡ് ദ റിവോൾട്ട്. ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകളും എന്ത് ചെയ്തിരുന്നില്ല, ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. നോട്ട് ആൾ സെക്ഷൻ, എല്ലാ ആളുകളും എന്ത് ചെയ്തിരുന്നില്ല, ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതും നമ്മുടെ ഈ വിപ്ലവം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി. അടുത്തതെന്ന് പറയുന്നത് മെനി വെൽത്തി പ്രിൻസിലി സ്റ്റേറ്റസ്, ഒരുപാട് സമ്പന്നരായ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റസ്, നാട്ടുരാജ്യങ്ങളെന്ന് കേട്ടിട്ടില്ല, അതിനാണ് പ്രിൻസിലി സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്തിരുന്നില്ല, സപ്പോർട്ടഡ് ദ കമ്പനി, അവർ സപ്പോർട്ട് ചെയ്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെയായിരുന്നു. അവരാരും നമ്മുടെ ഈ കലാപത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഈ കലാപം എന്ത് ചെയ്യപ്പെട്ടു പോയി, പരാജയപ്പെട്ടു പോയി. നമ്മൾ INC ഫോമായിട്ട് വന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണ്. ഒരിക്കൽ കൂടി പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, ശ്രദ്ധിച്ചിരുന്നോളുക. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെർ എഗനിസ്റ്റ് റിവോൾട്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻകാർ ഈ സമരത്തിനെതിരായിരുന്നു. മനസ്സിലങ്ങ് പറഞ്ഞ് പഠിച്ചോണേ. അടുത്തത്, ദ റിബൽസ് വെർ വെൽ നോട്ട് ഓർഗനൈസ്ഡ്. റിബൽസ് എന്തായിരുന്നില്ല, അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. റിബൽസ് വെർ നോട്ട് വെൽ ഓർഗനൈസ്ഡ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് മാൻ പവർ ആൻഡ് വെപ്പൺ, മാൻ പവർ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു മുമ്പിൽ. അതൊരു പോയിന്റ് അല്ലേ. അടുത്തത്, എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തിരുന്നില്ല, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തില്ല. അതും ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണമാണ്. അടുത്ത കാരണമെന്ന് പറയുന്നത്, ഒരുപാട് സമ്പന്നരായ നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്തില്ല, നമ്മുടെ സമരത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. അവർ സപ്പോർട്ടഡ് ദ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയത്. ഇതുവരെ ഓക്കെ ആണേ. ബാക്കി നോക്കിക്കോ. അങ്ങനെ നമ്മുടെ യുദ്ധം പരാജയപ്പെട്ടു പോയി. 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയി. ആഫ്റ്റർ മെത്ത് ഓഫ് ദ റിവോൾട്ടിന്റെ അനന്തരഫലങ്ങൾ. ഈ യുദ്ധം പരാജയപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു, ശ്രദ്ധിച്ചിരുന്നോണേ, നോക്കിക്കോ. ഇൻ 1858, 1858 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം തുടങ്ങുന്നത്. 1857 വിപ്ലവം നടക്കുന്നത് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. 1858 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്യൂൺസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ക്യൂൺസ് പ്രൊക്ലമേഷൻ, അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഈ നിയമപ്രകാരം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടനിൽ അതിനു മുമ്പ് ഭരണം നടത്തിയിരുന്നത്. നേരെ മാറിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം. ഓക്കെയാണേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണെന്ന് വളരെ വിശദമായിട്ട് വേറൊരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കും. നമുക്കിപ്പോൾ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നു എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഗ്രാജുവലി ഡിസ്റ്റൻസ്ഡ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ റിവോൾട്ട് പരാജയപ്പെടാൻ കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ റിവോൾട്ട് പരാജയപ്പെട്ടു. റിവോൾട്ട് പരാജയപ്പെട്ട ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടൻ നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി. അങ്ങനെ ഭരണം നടത്തി തുടങ്ങിയപ്പോൾ നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ, മുൻപ് സമരത്തിന് മുമ്പൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഒരുവിധം സപ്പോർട്ട് ചെയ്തിരുന്ന, അവരോടൊന്നും വലിയ വിരോധമില്ലാത്ത, കലാപങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തു, ഗ്രാജുവലി ഡിസ്റ്റൻസ്ഡ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അവർ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകലാനായിട്ട് തുടങ്ങി. അവർക്കത് അങ്ങോട്ട് ദഹിച്ചില്ല. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തില്ല, ഇതങ്ങോട്ട് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങളിൽ ചിലതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവർ ഈ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകന്നു തുടങ്ങി. ആര്? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. ഓക്കെ, അങ്ങനെ അകന്നു തുടങ്ങിയ അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, അവർ ചുമ്മാ അങ്ങനെ സമരം ചെയ്യുന്നത്, അവർക്ക് കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ അകന്നു പോയി അവരെന്ത് ചെയ്തു, സ്മാൾ റീജിയണൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വെജർ ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ്. ഈ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു, ചെറിയ
പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. ആരുടെ നേതൃത്വത്തിലാണ്? ഈ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ. അവർ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകലുകയും അവരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാനായിട്ടും തുടങ്ങി. ഓക്കെ ആണേ. അപ്പോൾ അതൊരു കാരണമാണ് INC ഫോം ചെയ്ത് വരാനായിട്ടുള്ള കാരണം. ഇനി അതിന് പുറമെ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് ഇന്ത്യൻസ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം, ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം വളരെ വ്യാപകമായ രീതിയിൽ ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധത പകരുന്നതിന് എന്തായി? കാരണമായി. രാജ്യത്തുടനീളം ഇന്ത്യക്കാർക്കിടയിൽ ഉടനീളം എന്ത് പടർന്നു? ഒരുപാട് ബ്രിട്ടീഷ് വിരുദ്ധത, ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഉണ്ടാകുന്നതിന് കാരണമായി. അവരുടെ സാമ്പത്തിക ചൂഷണം, നികുതി ചൂഷണമൊക്കെ എന്തിന് കാരണമായി? ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് വൈൽഡ് സ്പ്രെഡ് ചെയ്യുന്നതിന്, വ്യാപകമായിട്ട് പടരുന്നതിന് കാരണമായി. ഓക്കെ, അങ്ങനെ അത് ഒരു കാരണമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ദിസ് ഫീലിംഗ് ബിക്കം one of the most important factor that leads to the growth of Indian nationalism in 19th century. ഈ പറഞ്ഞ കാരണങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ജനവിരുദ്ധത ഉണ്ടാകുന്നു. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ആകുന്നു. ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരിൽ നിന്ന് അകലുന്നു. ഈ കാരണങ്ങളൊക്കെ ഇന്ത്യൻ നാഷണലിസം, ദേശീയത എന്നാണ് അതിൻ്റെ മലയാളം വാക്ക്, അത് ഉണ്ടാകുന്നതിന് കാരണമായി. ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയത എന്നാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ദേശീയത ഉടലെടുക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോഷൻ വെയർ ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് ദ ഇന്ത്യൻസ്. അപ്പോൾ ഈ കാരണങ്ങളെ കൊണ്ട് എന്തുണ്ടായി? ഇന്ത്യൻ നാഷണലിസം, ദേശീയത ഉണ്ടാകുന്നതിന് കാരണമായി. ഇനി എന്താണ് ദേശീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി ദാറ്റ് ഗോസ് ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. അതായത് കാസ്റ്റ്, റിലിജിയൻ, കമ്മ്യൂണിറ്റി, ജാതി, മത, വർഗ, വർണ്ണ ഭേദങ്ങളൊക്കെ അതീതമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി ദാറ്റ് ഗോസ് ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. ജാതി, മത, വർഗ, വർണ്ണ ഭേദം എന്നീ രാജ്യത്തിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ദേശീയത ഫോം ചെയ്തത് നമ്മൾ പഠിച്ചു. നമ്മുടെ 1857 വിപ്ലവങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു. അതിനകത്ത് ആ പരാജയത്തിന് ശേഷം എന്ത് സംഭവിച്ചു? നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയതിനെ തുടർന്ന് നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അകലാൻ കാരണമായി. അവർ എന്തിന് തുടക്കം കുറിച്ചു? ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് രൂപീകരിക്കാനായിട്ട് തുടക്കം കുറിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം കൂടി ആയപ്പോൾ ഇന്ത്യക്കാർ മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് എതിരായി. അങ്ങനെ എതിരായി വന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്തുടലെടുത്തു? ദേശീയത ഉടലെടുത്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇന്ത്യയിൽ ദേശീയത ഉടലെടുത്തു. ഇനി ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. The organized formation of nationalism was the Indian National Congress. ഇതിൻ്റെയൊക്കെ ഒരു ഓർഗനൈസ്ഡ് ഫോമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞു ഈ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് അകന്നതിൻ്റെ ഫലമായിട്ട് അവർ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. ഈ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തത് ആരാ? ഇന്ത്യക്കാർ തന്നെയാണ്. അത് ആർക്ക് ബാധ്യതയാകും? ബ്രിട്ടീഷുകാർക്ക് ഒരു ബാധ്യതയായിട്ട് മാറും. ബ്രിട്ടീഷുകാരുടെ ചില ഭരണത്തിനും ഒക്കെ ആ ചെറിയ ചെറിയ സംഘടനകൾ എന്തായി മാറിയാൽ, വലിയ ശക്തികളായിട്ട് മാറിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ ഇന്ത്യക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എതിരായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്കൊരു സംഘടന വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, അവർക്കെതിരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധത തടയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ആരാണ് ശരിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ആ ബ്രിട്ടീഷുകാരൻ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബദലായിട്ട് ഒരു സംഘടന വേണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്തേനെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ സംഘടനകൾ വലിയ ശക്തികളായിട്ട് മാറി അവർ ബ്രിട്ടീഷ് ഭരണത്തിന് തടസ്സമായേനെ, അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തുണ്ടായേനെ, ബ്രിട്ടീഷിൽ ജനവിരുദ്ധത ഉണ്ടായേനെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനവിരുദ്ധത ഉണ്ടായേനെ. അപ്പോൾ അതിനെയൊക്കെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് A.O. ഹ്യൂം രൂപം നൽകിയത്. മനസ്സിലായോ? ഇത് എന്തിൻ്റെ അനന്തരഫലമായിട്ടാണ്? 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി 1858 എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുകയും അതോടുകൂടി ഇന്ത്യയെ നേരിട്ട് ഭരിക്കാൻ തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ട് വന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് വന്ന ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന INC രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഒന്നും കൂടി നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? 1857 വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നേ? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് അതിനെതിരായിരുന്നു. അതുപോലെ നമ്മുടെ സമര ആനുകൂലികൾ എന്തായിരുന്നില്ല? അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെപ്പൺസിൻ്റെ കാര്യത്തിലും മാൻ പവറിൻ്റെ കാര്യത്തിലും നമ്മുടെ സമരക്കാരെക്കാളും മുൻപിലായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തില്ല? വെരി ഗുഡ്. എന്ത് ചെയ്തില്ല? സംഘടനയെ, നമ്മുടെ സമരത്തെ സപ്പോർട്ട് ചെയ്തില്ല. അതുപോലെയാണെങ്കിലോ നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റസ് നാട്ടുരാജ്യങ്ങളൊക്കെ ആർക്ക് സപ്പോർട്ടായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ യുദ്ധം പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഗ്രാജുവലി ഡിസ്റ്റൻസ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പതുക്കെ അകന്നു മാറുകയാണ്. അങ്ങനെ അകന്നു മാറി അവരെന്ത് ചെയ്തു? ചെറിയ ചെറിയ സംഘടനകൾ, ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. ഇങ്ങനെ ഫോം ചെയ്യുന്ന സംഘടനകൾ ബ്രിട്ടന് ദോഷകരമായി ബാധിക്കും എന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്നൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യാപകമായ രീതിയിലൊരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയിൽ എന്തുണ്ടായി വന്നു? ഇന്ത്യൻ നാഷണലിസം. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നാഷണലിസം ഉണ്ടായിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസും ഇന്ത്യൻ നാഷണലിസവും ഒക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്തു ചെയ്യുന്നു? ഒരു ഓർഗനൈസ്ഡ് ഫോം ഓഫ് ഇന്ത്യൻ നാഷണലിസം ഉണ്ടാക്കുന്നു. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു ഓർഗനൈസ്ഡ് ഫോം ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് നാഷണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. ഓക്കെയാണേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ? ഇനി നമ്മൾ നേരത്തെ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് വെച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഡിസ്കസ് ചെയ്യും അത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നമ്മുടെ എക്സാമിന് ചോദിക്കും. ഇനി ചോദിച്ചാൽ പറയാൻ പറ്റൂലേ? ഈസിയായിട്ട് പറയാൻ പറ്റൂലേ? കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ പഠിച്ചത്? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ INC ഫോം ചെയ്തു. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇതുവരെ സെറ്റാണേ? ബാക്കി നോക്കിക്കോ. അങ്ങനെ നമ്മൾ INC ഫോം ചെയ്യുന്നു. INCയുടെ ആദ്യത്തെ കാല നാമം ചോദിച്ചാൽ പറയുക, അല്ലെങ്കിൽ INCയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ പറയുക, അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത് 1884 ഫോംഡ് ബൈ അലൻ ഒക്ടോവിയൻ ഹ്യൂം. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് ഈ INC ഫോം ചെയ്യുന്നത് എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. ആ സംശയത്തിൻ്റെ ഉത്തരമാണ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറിയൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ പറയുക, അത് 1884 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം. 3 പോയിന്റുകൾ. ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്തത് 1884. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം. എങ്കിൽ എന്നാണ് അത് മാറി INC എന്ന പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1888 ഡിസംബർ 28. നമ്മൾ കണ്ട ആദ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കണ്ടോ?
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത് കണ്ടോ? അപ്പോൾ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ INC ഫോം ചെയ്തത് 1885 ഡിസംബർ 28-നാണ്. അപ്പോൾ 84 എന്താ ഫോം ചെയ്തേ? അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്താ? INCയുടെ ഒറിജിനൽ നയമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. 1888 ഡിസംബർ 28-നാണ് എന്ത് ഫോം ചെയ്യുന്നത്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് ആര് തന്നെയാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. ഓക്കെ. INCയുടെ ഫൗണ്ടറും ആരാണ്? AO ഹ്യൂം. അലൻ ഒക്ടോവിയൻ ഹ്യൂമിനാണ് നമ്മൾ AO ഹ്യൂം എന്ന് പറയുന്നത്. അദ്ദേഹം സ്കോട്ട്ലൻഡ് സ്വദേശിയാണ്. അതും കൂടെ പഠിച്ചു വയ്ക്കുക. സ്കോട്ട്ലൻഡുകാരനാണ് ആരെന്ന് പറയുന്നത്? അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് സ്വദേശിയാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് സ്വദേശിയായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് നമ്മുടെ INCക്ക് രൂപം നൽകുന്നത്. ഓക്കെ ആണേ. അടുത്ത് നോക്കുക, ദ ഫസ്റ്റ് സെക്ഷൻ വെന്യൂ. ആദ്യത്തെ സെക്ഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, ബോംബെ ആണ്. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം നടന്ന ഏത് ചോദിച്ചാൽ പറയുക ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, ബോംബെ. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INCയുടെ ആദ്യത്തെ സെക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നടത്താൻ ഉദ്ദേശിച്ച സ്ഥലം ചോദിച്ചാൽ പറയുക അത് പൂനെയിലായിരുന്നു. ഇനിഷ്യലി പ്ലാൻഡ് ഇൻ പൂനെ ബട്ട് ഷിഫ്റ്റഡ് ഡ്യൂ ടു ദ പ്ലേഗ് ഔട്ട്ബ്രേക്ക്. INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കാനായിട്ട് തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പക്ഷേ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് കാരണം, പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണം പൂനെയിൽ നിന്നത് മാറ്റി എങ്ങോട്ട് മാറ്റുന്നു? ബോംബെയിലേക്ക് മാറ്റുന്നു. INCയുടെ ആദ്യത്തെ സമ്മേളനം ആ സമ്മേളനം നടന്ന സ്ഥലം ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ പേരറിയാം, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. 84-ലാണ് ഫോം ചെയ്തത്. അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് ഫോം ചെയ്തത്. അത് പിന്നെ എന്താകുന്നു? 1885 ഡിസംബർ 28-ന് INC എന്ന പേരിലാകുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലാകുന്നു. അത് സ്കോട്ട്ലൻഡുകാരനായ AO ഹ്യൂം തന്നെയാണ് അതിൻ്റെയും സ്ഥാപകൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഗോകുൽദാസ് കോളേജ് ബോംബെ ആണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെ ആണ്. അതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്താനുള്ള സ്ഥലം ഏതാണ്? പൂനെയാണ്. എന്തുകൊണ്ട് പൂനെയിൽ നിന്ന് മാറ്റി ചോദിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ കാരണം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? പ്ലേഗ് പടർന്നു പിടിച്ചതാണ് കാരണം. ഓക്കെ ആണേ. ബാക്കി നോക്കുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് INC. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത്, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ കണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: താഴെ തന്നിട്ടുള്ളവ INCയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടായിരുന്നു അല്ലേ? നോക്കുക, INCയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടു പ്രൊമോട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എമോങ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. രാജ്യത്തെ പല ഭാഗത്തു നിന്നുമുള്ള ഒരുപാട് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഉണ്ട്, പല പല സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് യൂണിറ്റ് ചെയ്യുക, ഇവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കുക, അതുപോലെ ഇവർക്കിടയിലുള്ള ബന്ധത്തെ എന്ത് ചെയ്യുക, ഒന്ന് ശക്തിപ്പെടുത്തുക. ഇതായിരുന്നു INCയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരുപാട് ചെറിയ ചെറിയ സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക, അവരെയൊക്കെ ഒന്ന് യൂണിറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക, അവർക്കിടയിലുള്ള ഒരു ബന്ധം ദൃഢമാക്കുക എന്നുള്ളതൊക്കെ INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അടുത്തത് ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നസ് ബിയോണ്ട് കാസ്റ്റ്, റിലിജൻ ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. ജാതി മത വർഗ വിവേചനമില്ലാതെ നാഷണൽ കോൺഷ്യസ്നസ്, ദേശീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിരുന്നു. നിർബന്ധമായിട്ടും ഇത് കുഞ്ഞു പോയിന്റുകളാണ്. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കരുത്. ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണേ, എടുത്തു വെച്ച് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കുകയെ. ശരി, നോക്കിക്കൊള്ളുക. ടു പ്രസൻറ്റ് ഇന്ത്യൻസ് പ്രോബ്ലം ബിഫോർ ദ അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അതോറിറ്റിക്ക് മുമ്പായിട്ട് അവതരിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നോക്കിക്കേ. ടു പ്രൊമോട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എമോങ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നസ് ബിയോണ്ട് കാസ്റ്റ്, റിലിജൻ ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. അടുത്തത് ടു പ്രസൻറ്റ് ഇന്ത്യൻ പ്രോബ്ലംസ് ബിഫോർ ദ അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അതോറിറ്റിക്ക് മുമ്പായിട്ട് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെയായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ. ഈ ലക്ഷ്യങ്ങൾ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നൊരു ലക്ഷ്യം നമ്മൾ കണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം INCക്ക് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. നമുക്ക് ഈ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന്
ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കിക്കൊള്ളുക. പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും കൂടി പഠിക്കുന്നു. നമ്മൾ ചുരുക്കിയാണ് നേരത്തെ ഇതിനെ പറഞ്ഞത്. ഓക്കെ. ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓൺനെസ്, ഏകത ഉണ്ടാക്കിയെടുക്കുന്നു എമോങ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ഓർ റീജിയൻ. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ഇന്ത്യക്കാർക്കുള്ള എന്തെടുക്കുന്നു? ഒരു ഏകത്വം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു എന്താണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഓക്കെ. അടുത്തത് ക്രിയേറ്റ് എ കോമൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, ഒരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? പ്രൊവൈഡ് എ ഫോറം ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ടു എക്സ്പ്രസ് ഇന്ത്യൻ ഗ്രീവൻസസ്, അല്ലെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഫോറം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഡിസ്കസിങ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, സിവിലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് INCയുടെ ഒബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം പുസ്തകത്തിനകത്ത് കുറച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ അങ്ങ് പഠിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആദ്യം പറഞ്ഞ 3 പോയിന്റുകളില്ലേ, അത് തന്നെയാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. 2 പോയിന്റുകൾ ഓക്കെയാണ്. അടുത്ത് നോക്കുക. ഡെവലപ്പ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക. എഡ്യൂക്കേറ്റ് പീപ്പിൾസ് അബൌട്ട് ദെയർ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് പ്രൊമോട്ട് നാഷണൽ അവേക്കനിങ്. പീപ്പിൾസിനെ എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക? പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. ആൻഡ് പ്രൊമോട്ട് നാഷണൽ അവേക്കനിങ്, ദേശീയ ഉണർവിനെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണേ? നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. അങ്ങനെ നാഷണൽ അവേക്കനിങ്, ദേശീയമായിട്ട് ഉണർവുണ്ടാകും, ദേശീയത കുറച്ചുകൂടി ശക്തിപ്പെടും. ഇതും എന്തിൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു? INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. അടുത്തത് പ്രസന്റ് ഇന്ത്യൻ ഡിമാൻഡ്സ് ടു ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഓക്കെ. ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ ടു എൻഷുർ ഇന്ത്യാസ് വോയിസ് വെയർ ഹിയർഡ്, ഇന്ത്യക്കാരുടെ ശബ്ദം എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരെ കേൾപ്പിക്കുന്നതിനുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക. ഇന്ത്യക്കാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്ത്? ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ ദയിപ്പിക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക. ആക്ട് എ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ഓക്കെ. അപ്പോൾ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ശബ്ദം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ലിങ്കായിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് INCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിരുന്നു. അടുത്തത് സെക്യൂർ ഗ്രാജുവൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ എന്ത് ചെയ്യുക? സെക്യൂർ ചെയ്യുക. അതായത് ഡിമാൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ഗ്രേറ്റർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവേണൻസിനകത്ത്, അതായത് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഭരണത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനകത്ത് ഇന്ത്യക്കാരുടെ ഒരു വലിയ രീതിയിലുള്ള പങ്കാളിത്തം, ഗ്രേറ്റർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവേണൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനകത്തും ഭരണത്തിനകത്തുമൊക്കെ കൂടുതൽ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക? നിയമിക്കുക. ഭരണകാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന് വേണ്ടി വാദിക്കുന്ന ഒരു ധർമ്മവും ആർക്കുണ്ടായിരുന്നു? INCക്ക് ഉണ്ടായിരുന്നു. ഇത്രയുമാണ് INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഡീറ്റെയിൽസ് ആയിട്ട് മറ്റത് നമ്മൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നതാണ്. പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക. അടുത്തത് ക്രിയേറ്റ് കോമൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോംസ്, ഒരു പൊതുവായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നത് INCയുടെ ധർമ്മമായിരുന്നു. അതുപോലെ ആദ്യത്തേത് എന്തായിരുന്നു? നാഷണൽ യൂണിറ്റി, അതുപോലെ ഒന്നസ്, ഏകത്വം ഉണ്ടാക്കിയെടുക്കുക. എന്തിനൊക്കെ അതീതമായിട്ട്? ജാതി മത വർഗത്തിനൊക്കെ അതീതമായിട്ട് ഏകത എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കുക INCയുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അടുത്തതാണെങ്കിലൂടെ ഡെവലപ്പ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്തിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും നാഷണൽ അവേക്കിങ്ങിനെ കുറിച്ചുമൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക INCയുടെ പ്രധാനപ്പെട്ട ധർമ്മമായിരുന്നു. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ
ഗവൺമെന്റ് മുമ്പിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു ലിങ്കായി പ്രവർത്തിക്കുക എന്നത് INC ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. സെക്യൂർ ഗ്രാജുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ്, അതായത് എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനകത്തും ഗവേണൻസിനുമൊത്തൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതും ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു? INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഓക്കെ, നമ്മളപ്പോൾ എത്ര പോയിന്റുകൾ പഠിച്ചു? 5 പോയിന്റുകൾ പഠിച്ചു. നല്ല രീതിക്ക് മനസ്സിലാക്കി വയ്ക്കുക, എടുത്തു വെച്ച് ചോദിക്കും. ഓക്കെ, ഏതൊക്കെയാണ് 5 പോയിന്റുകളെന്ന് അറിയാമല്ലോ. ഓക്കെയാണേ, സെറ്റാണേ. അപ്പോൾ INCയുടെ ഒബ്ജക്റ്റീവ്സും പഠിച്ചു. നോക്കുക, സേഫ്റ്റി വാൽവ് തിയറി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സേഫ്റ്റി വാൽവ് തിയറി. നിങ്ങൾ എന്താണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേരും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ, നോക്കിക്കൊള്ളുക. നമ്മൾ നേരത്തെ പറഞ്ഞു, INC ഫോം ചെയ്ത് വന്നൊരു കഥ നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ റിവോൾട്ട് പരാജയപ്പെട്ട ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കി. അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് ഹ്യൂം എന്ത് ചെയ്തു? നമ്മുടെ ഒരു INC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അപ്പോൾ എന്തായിരുന്നു പുള്ളിക്കാരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ടു പ്രൊവൈഡ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഗ്രോവിങ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ത്രൂ എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായി വന്ന ജനവിരുദ്ധത, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന ഒരു എതിർപ്പിനെ മറികടക്കുക എന്നുള്ളതിനായിരുന്നു ആരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂം ചുമ്മാ അയ്യോ പാവം ഇന്ത്യക്കാർ ഒരു സംഘടന ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല INC. ഈ INC എന്ത് ചെയ്തറേ? ഒരു ഔട്ട്ലെറ്റ്, ഒരു വാൽവായിട്ട് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സുരക്ഷാ വാൽവായിട്ട് പ്രവർത്തിച്ചു. ഇന്ത്യക്കാർ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ പോയി പറയാം, അല്ലേ? അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ടായി? ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം? ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെറിയ ഓർഗനൈസേഷൻ അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താം, അതിനെയൊക്കെ തടയാം. അവരെന്ത് ചെയ്യുന്ന നേരെ നമുക്ക് INC ഉണ്ടല്ലോ, അപ്പം നമ്മളിങ്ങനെ നിൽക്കണ്ടല്ലോ, INC പോവാം, INC പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. INCയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സംഘടന ബ്രിട്ടീഷുകാരാക്കി തന്നെ അങ്ങ് ഉണ്ടാക്കി തന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കുള്ള നേട്ടം എന്താ? നമുക്കെതിരെയുള്ള ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്ന ആൻറ്റി ബ്രിട്ടീഷ് ഫീലിങ്ങിനെയൊക്കെ ഒരു പരിധി വരെ തടയിടാൻ വേണ്ടിയിട്ട് എന്തിനു കഴിഞ്ഞു? ഈ INC കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് INC ഉണ്ടാക്കിയത്. ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി വാൽവായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? INC പ്രവർത്തിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ഇന്ത്യക്കാരുടെ ജനവിരുദ്ധത ഉണ്ട്. ആ ജനവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരു സേഫ്റ്റി വാൽവായിട്ട് INC പ്രവർത്തിക്കും. അതിനെയാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ചുമ്മയല്ല എന്ന് ചെയ്തത് AO ഹ്യൂം വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. മനസ്സിലായോ? ഒരുവിധം നന്നായിട്ട് മനസ്സിലായില്ല. നമ്മൾ ആദ്യം പഠിച്ച കാര്യവും ഈ സേഫ്റ്റി വാൽവ് കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്? ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരുദ്ധത കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സംഘടനയോടെ ശ്രമിച്ചു. ആ സംഘടനയാണ് INC. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ദ സേഫ്റ്റി വാൽവ് തിയറി വിത്ത് റെസ്പെക്ട് ടു ദ ഫൗണ്ടിങ് ഓഫ് INC വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ വില്യം ബെഡർബൻ. അപ്പോൾ ഈ സേഫ്റ്റി വാൽവ് തിയറിയാണ് എന്തിന് കാരണമായത്? ടു ദ ഫൗണ്ടിങ് ഓഫ് INCയുടെ ഫൗണ്ടിങ്ങിന് കാരണമായിട്ടുള്ള തിയറി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സേഫ്റ്റി വാൽവ് തിയറിയാണ് INCയുടെ ഫൗണ്ടിങ്ങിന് കാരണമായിട്ടുള്ള ഒരു പ്രധാന തിയറി എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. INCയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള തിയറി ഏത്? അത് സേഫ്റ്റി വാൽവ് തിയറിയാണ്. മലയാളത്തിൽ നമ്മൾ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയും. ഓക്കെ, ഇനി ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് വില്യം ബെഡർബാനും AO ഹ്യൂമും ചേർന്നാണ് മുമ്പോട്ട് വെച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് മുൻപോട്ട് വെച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് ഞാനിപ്പോൾ പറഞ്ഞു തരാം, എന്താണെന്ന് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളപ്പോൾ ഇത്രയും പഠിക്കുക. ഇത് കൊണ്ടുവന്ന വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത വ്യക്തി വില്യം ബെഡർബാൻ ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ വില്യം ബെഡർബാനും AO ഹ്യൂമും ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ഈ സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാണ് എന്ന്. അതിൻ്റെ ഉത്തരം വില്യം ബെഡർബാൻ എന്നാണ് PSC കൊടുത്തിരുന്നത്. പക്ഷേ അതിന് മുൻപ് ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ ഇത് പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേര് പറയുന്നത് ലാലാ ലജ്പത് റായ് എന്നാണ്.
കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ദ ഇന്ത്യൻ ലീഡർ ഹൂ പ്രപ്പോണ്ടഡ് ദ സേഫ്റ്റി വാൽവ് തിയറി ലാലാ ലജ്പത് റായി ആണ്. അതായത് ശരിക്കും ഈ തിയറി ഇവിടെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതായത് A.O. ഹ്യൂമും വില്യം ബെഡർമാനും കൂടിയാണ് എന്ത് ചെയ്തത്, സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി നോക്കുന്ന ഒരു വാൽവ് പോലെ, ഒരു സുരക്ഷാ വാൽവ് പോലെ ഈ INC ഇങ്ങനെ നിന്നോളും എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തു, വില്യം ബെഡർമാൻ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്നു. A.O. ഹ്യൂം നടപ്പിലാക്കി INC ഫോം ചെയ്യുന്നു. ശരിക്കും ഇത് പ്രപ്പോസ് ചെയ്ത വ്യക്തികൾ വില്യം ബെഡർമാനും പിന്നെ ആരും നമുക്ക് പറയാം, A.O. ഹ്യൂമും ഉണ്ട് സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ലാലാ ലജ്പത് റായ് ഇതിൻ്റെ പ്രപ്പോണ്ടർ ആകുന്നത്? ശരിക്കും ലാലാ ലജ്പത് റായ് ഇതിൻ്റെ പ്രപ്പോണ്ടർ ഒന്നുമല്ല. ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് രൂക്ഷമായിട്ട് വിമർശിച്ചത്. അതായത് ഇങ്ങനെ ഒരു തിയറി ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അയാൾ അതങ്ങനെ പറയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ തിയറി എന്താകുന്നത്, ഇന്ത്യക്കാർക്കിടയിൽ പോപ്പുലർ ആകുന്നത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് പോകാൻ പഠിക്കും മിതവാദികളും തീവ്രവാദികളും എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട്. അതിനകത്ത് ഈ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന സാധനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ പ്രൊപ്പോണ്ടർ എന്ന് പറഞ്ഞ് പഠിച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരുപാട് പരീക്ഷകളിൽ സുരക്ഷാ വാൽവ് അതിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരം ലാലാ ലജ്പത് റായ് എന്നാണ്. അതേ PH തന്നെയാണ് വേറെ ഏതോ ഒരു പരീക്ഷയ്ക്ക് വില്യം ബെഡർമാൻ എന്ന് പറയുന്ന ഉത്തരം കൊടുത്തത്. പക്ഷേ ഈ വില്യം ബെഡർമാൻ്റെ ക്വസ്റ്റ്യൻ വന്നതിനകത്ത് ലാലാ ലജ്പത് റായ് എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോണ്ട് ചെയ്തത് വില്യം ബെഡർമാൻ തന്നെയാണ്. അത് ഇന്ത്യയിൽ ഒട്ടാകെ പ്രചരിപ്പിച്ച, ശരിക്കും അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ആര്? ലാലാ ലജ്പത് റായ്. അപ്പോൾ ആ ഒരു ഫാക്ട് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ലാലാ ലജ്പത് റായ് ഓപ്ഷനുണ്ട്, A.O. ഹ്യൂമോ വില്യം ബെഡർമാനോ ഇല്ല, ധൈര്യമായിട്ട് എന്തെഴുതാം? ലാലാ ലജ്പത് റായ് എഴുതാം. കാര്യം PSC മാർക്ക് തരും, അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വില്യം ബെഡർമാൻ ഉണ്ട്. വില്യം ബെഡർമാൻ രണ്ടും കൂടെ ഒരുമിച്ച് തരാനുള്ള ചാൻസ് കുറവാണ്. തന്നാൽ ശരി ഉത്തരം ആരാണ്? വില്യം ബെഡർമാനോ A.O. ഹ്യൂമോ ആണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തായിരുന്നു സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്? ടു പ്രൊവൈഡ് ആൻ ഔട്ട്ലെറ്റ് ഫ്രം ഗ്രോവിംഗ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ത്രൂ എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ദിസ് ഈസ് നോൺ ആസ് സേഫ്റ്റി വാൽവ് തിയറി. ഓക്കെ, ഇത് പ്രപ്പോണ്ട് ചെയ്ത വ്യക്തിയുടെ പേര് വില്യം ബെഡർമാനും A.O. ഹ്യൂമും കൂടി ചേർന്നാണ്. ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പറയുക അത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ പഠിച്ചു വെച്ചാലും കറക്റ്റായിട്ട് ഓർക്കുക, ലാലാ ലജ്പത് റായ് എന്താ ചെയ്തേ? അയാൾ ഇങ്ങനെ ഒരു തിയറിയിലൂടെയാണ് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. അയാൾ അങ്ങനെ പറയുന്നത് മൂലമാണ് ഈ തിയറി പോപ്പുലർ ആകുന്നത്. കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെയും ഇതിൻ്റെ പ്രൊപ്പോണ്ടറായിട്ട് PSC അങ്ങ് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സേഫ്റ്റി വാൽവ് തിയറിയും കഴിഞ്ഞു. നോക്കുക ബാക്കി കീ ഫാക്ട്സ് അബൌട്ട് INC ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങളല്ല, കുറച്ച് ഫാക്റ്റുകൾ നോക്കിക്കൊള്ളുക. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. ഈ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇതിനെ സ്ഥാപിച്ച വ്യക്തി. അപ്പോൾ സ്ഥാപകനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ് INCയുടെ ആദ്യ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചത്. അപ്പോൾ INCയുടെ ആദ്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ പറയുക അത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റുകളൊന്നും മറന്നിട്ടില്ലല്ലോ നിങ്ങൾ? INC സ്ഥാപിതമായ വർഷമൊന്നും പറഞ്ഞേ, മനസ്സിൽ പറഞ്ഞാൽ മതി. ഉറച്ചു പറഞ്ഞോ? എല്ലാവരും പറഞ്ഞോ? ശരി, നോക്കിക്കൊള്ളുക. നൈം കോൺഗ്രസ് സജസ്റ്റഡ് ബൈ ദാദാഭായ് നവറോജി. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചാൽ പറയുക ദാദാഭായ് നവറോജിയാണ്. എന്ത് ചെയ്തത്? INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. ദ നൈം കോൺഗ്രസ് സജസ്റ്റഡ് ബൈ ദാദാഭായ് നവറോജി. കോൺഗ്രസ് എന്ന പേര് സജസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അങ്ങനെയാണെങ്കിൽ ദ ടേം കോൺഗ്രസ് വാസ് ടേക്കൺ ഫ്രം അമേരിക്ക വിച്ച് മീൻസ് അസംബ്ലി ഓഫ് പീപ്പിൾ. എവിടെ നിന്നാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വാക്ക് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്നാണ് ഉത്തരം പറയേണ്ടത്. കോൺഗ്രസ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ പറയുക അമേരിക്ക എന്നാണ്. അതിൻ്റെ അർത്ഥം ചോദിച്ചാൽ അസംബ്ലി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അസംബ്ലി എന്നാണ് കോൺഗ്രസിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് സെറ്റാണ്. 3 ക്വസ്റ്റ്യൻസ്, കുഞ്ഞു ക്വസ്റ്റ്യൻസാണ്, വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല.
അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ആദ്യത്തെ സെക്രട്ടറി. അദ്ദേഹം തന്നെയായിരുന്നു ഫൗണ്ടർ. അപ്പോൾ ഫൗണ്ടർ ചോദിച്ചാലും ആദ്യ സെക്രട്ടറി ചോദിച്ചാലും ആര് തന്നെ? അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ A.O. ഹ്യൂമാണ്. കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി പറഞ്ഞേ എസ് ദാദാഭായി നവറോജി. ഇത് എവിടെ നിന്നാണ് ഈ വാക്ക് കടമെടുത്തത്? പറഞ്ഞേ എസ് അമേരിക്ക. അർത്ഥം പറഞ്ഞേ അസംബ്ലി ഓഫ് പീപ്പിൾ. സെറ്റല്ലേ? നോക്കുക, ഫസ്റ്റ് പ്രസിഡന്റ് നല്ല ക്വസ്റ്റ്യൻ ആണ്. WC ബാനർജിയാണ് INCയുടെ ആദ്യ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഉമേഷ് ചന്ദ്ര ബാനർജി എന്നാണ്, അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന WC ബാനർജിയാണ് ആദ്യത്തെ പ്രസിഡന്റ്. തിരിഞ്ഞു പോകരുത്, ആദ്യത്തെ പ്രസിഡന്റാണ് WC ബാനർജി. ആദ്യ സെക്രട്ടറിയാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഫൗണ്ടറാണ്, സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റാണ് ഹക്കിം അജ്മൽ ഖാൻ. മറക്കരുത്, ഹക്കിം അജ്മൽ ഖാനാണ് INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. WC ബാനർജി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ. ഓക്കെയാണ്. ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത പറഞ്ഞേ. എന്തായിരുന്നു ദാദാഭായ് നവറോജി ചെയ്തത്? പറഞ്ഞോ? നിങ്ങൾ എവിടെ ഇരുന്നാണോ ക്ലാസ് കാണുന്നത് അവിടെ ഇരുന്ന് ഉറച്ചു വിളിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പറഞ്ഞോ? എസ്, കോൺഗ്രസ് എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി അല്ലേ? എവിടെ നിന്നാണ് ഈ വാക്ക് കടമെടുത്തത്? അമേരിക്ക. അർത്ഥം അസംബ്ലി ഓഫ് പീപ്പിൾ. സെറ്റല്ലേടെ? എങ്കിൽ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞേ WC ബാനർജി. എങ്കിൽ ആരായിരുന്നു ഹക്കിം അജ്മൽ ഖാൻ? എസ്, ആരാണ് ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെയാണേ. നോക്കുക, ഡെലിഗേറ്റ് ഇൻ ഫസ്റ്റ് സെക്ഷൻ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ചോദിച്ചാൽ പറയുക 72ആണ്. ജന്മത്ത് മറക്കരുത്. INCയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്പറുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും തിരിഞ്ഞു പോകും. അങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് റെസൊല്യൂഷൻസ് പാസ്ഡ് ഇൻ ഫസ്റ്റ് സെക്ഷൻ. ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റെസൊല്യൂഷൻസ്, പ്രമേയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പറയുക 9 പ്രമേയങ്ങൾ. അപ്പോൾ 2 നമ്പറായി. ആദ്യത്തെ നമ്പർ ഏതായിരുന്നേ? 72. എന്നാണ് 72? സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ഫസ്റ്റ് സമ്മേളനത്തിൽ. 9 എന്തായിരുന്നു? അതെ, ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിസൊല്യൂഷൻസിന്റെ എണ്ണം. ദ നമ്പർ ഓഫ് റിസൊല്യൂഷൻസ് പാസ്ഡ് ഇൻ ഫസ്റ്റ് സെക്ഷൻ. ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണമാണ് 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഈ 9 പ്രമേയത്തിലെ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ഫസ്റ്റ് റെസൊല്യൂഷൻ, ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി G. സുബ്രഹ്മണ്യ അയ്യർ. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ഈ 9 പ്രമേയങ്ങളിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് G. സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയുടെ പേര് ചോദിച്ചാൽ പറയുക അത് GP പിള്ള എന്നാണ്. ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, അപ്പോൾ INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? GP പിള്ള. ശ്രദ്ധിക്കുക, INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ അഡ്രസ്ഡ് ബൈ, ആദ്യത്തെ സെക്ഷനെ അഭിസംബോധന ചെയ്ത വ്യക്തി ആര് തന്നെയാണ്? അത് അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. അപ്പോൾ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്തൊക്കെയായിരുന്നു? INCയുടെ ഫൗണ്ടറാണ്, ആദ്യത്തെ സെക്രട്ടറിയാണ്, ഫസ്റ്റ് സെക്ഷൻ അഡ്രസ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. ഓക്കെ, എങ്കിൽ ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി, അദ്ദേഹത്തിന്റെ പേര് ജോർജ് യൂൾ എന്നാണ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി. INCയുടെ സെക്രട്ടറി ആയ വിദേശി ആര് തന്നെ? സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണല്ലോ. അപ്പോൾ അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. ഇത് പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ. എങ്കിൽ INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ പറയുക അത് ബദറുദ്ദീൻ ദിയാബ്ജി ആണ്. ബദറുദ്ദീൻ ദിയാബ്ജി INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. ബദറുദ്ദീൻ ദിയാബ്ജി. ഓക്കെയാണേ? കൂടെ പറഞ്ഞ് പഠിച്ച് പോകണേ, മറക്കല്ലേ? ഓക്കെ, എങ്കിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ പറയുക അത് ആനി ബസന്റ് ആണ്. INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. ഓക്കെയാണേ?
ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടി കാര്യങ്ങളൊന്നും കൂടെ പറയാം, മനസ്സിലുണ്ടേ? നിങ്ങൾ ഉറച്ച് ഉത്തരം വിളിച്ച് പറയണം കേട്ടോ, ഓർത്ത് പറയാൻ നോക്കണേ. ശരി, ഒന്നും കൂടെ നോക്കാം, നോക്കിക്കൊള്ളുക. ഫസ്റ്റ് സെക്രട്ടറി ആരാന്ന് പറഞ്ഞേ? അലൻ ഒക്ടോവിയൻ ഹ്യൂം, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് 2 പ്രത്യേകതകൾ കൂടി പറഞ്ഞേ. യെസ്, അദ്ദേഹമാണ് ഇത് ഫോം ചെയ്തത്, ഫൗണ്ടർ അയാളാണ്. പിന്നെ യെസ്, ആദ്യ സെക്ഷൻ അഡ്രസ്സ് ചെയ്തതും ആര് തന്നെയാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. കള്ളത്തരം കാണിക്കല്ലേ, പറഞ്ഞ് പഠിച്ചു പോണേ. ഓക്കെ എങ്കിൽ ആരാണ് ദാദാഭായ് നവറോജ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? യെസ്, അദ്ദേഹമാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് അല്ലേ? എങ്കിൽ എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? അസംബ്ലി ഓഫ് പീപ്പിൾ. എവിടെ നിന്ന് കടമെടുത്തു? അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. കൊള്ളാം, വെരി ഗുഡ്. എങ്കിൽ ഫസ്റ്റ് പ്രസിഡന്റിന്റെ പേര് പറയൂ. WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി. എങ്കിൽ ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ. ആരാണ് ഹക്കിം അജ്മൽ ഖാൻ? INCയുടെ പ്രസിഡന്റ് ആകുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയുന്നത് ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ്. ഓക്കെ, എങ്കിൽ എന്താണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം പറഞ്ഞേ? 72 ആണ് അല്ലേ? എങ്കിൽ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു? 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞേ? SG സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, എങ്കിൽ ആദ്യത്തെ മലയാളി ആരാണ്? INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി GP പിള്ള. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ അഡ്രസ് ചെയ്ത വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞത് ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. എങ്കിൽ ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂളാണ്. എങ്കിൽ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? അത് ബദറുദ്ദീൻ ദിയാബ്ചി ആണ്. എങ്കിൽ ആദ്യത്തെ വുമൻസ് പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. ഓക്കെയാണ്, സെറ്റാണ്. INC ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെയാണ്, INCയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറികൾ, കുറച്ച് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെയാണ്, എല്ലാം ഓർമ്മയുണ്ടോ? കൊഴിഞ്ഞു മറിഞ്ഞിരുന്നില്ലല്ലോ. ഇവിടെ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാര്യം ക്വസ്റ്റ്യൻ എങ്ങനെ വേണോ ചോദിക്കാം. ഓക്കെ ശരി, നോക്കുക. അടുത്തത് ഓപ്പോസിഷൻ ഓഫ് INCയുടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ഇൻ 1888 സയ്യിദ് അഹമ്മദ് ഖാൻ ഫോംഡ് ദ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ അഗൈൻസ്റ്റ് INCക്കെതിരായിട്ട് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്തത് INCക്ക് എതിരായിട്ടാണ്. ഫോം ചെയ്ത വർഷം 1888. INCക്ക് ഒരു 8ന്റെ പണി കൊടുക്കാൻ വേണ്ടി എന്ന് വിചാരിച്ച് വെച്ചിരിക്കുക. 1888. ഓക്കെ, 1888 INCക്ക് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാൻ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓപ്പോസിഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ആരാ ഫോം ചെയ്തത്? സയ്യിദ് അഹമ്മദ് ഖാൻ. ഒന്ന് പറഞ്ഞേ സയ്യിദ് അഹമ്മദ് ഖാൻ. INCക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 1888 സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ആര് ഫോം ചെയ്തു? സയ്യിദ് അഹമ്മദ് ഖാൻ. ഏത് വർഷം? 1888. ആർക്കെതിരായിട്ട്? INCക്കെതിരായിട്ട്. ക്ലിയർ? ഓക്കെയാണേ. ശരി, നോക്കുക. അടുത്ത വേറൊരു സംഘടന ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി. ഇത് INCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്മിറ്റി അല്ല. ഇതിൻ്റെ പ്രത്യേകത, ഇത് INCയുടെ തന്നെ ഒരു ഘടകമാണ്, INCയുടെ തന്നെ ഒരു വിങ്ങാണ്. 1889 ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് INC വാസ് ഫോംഡ് ഇൻ ലണ്ടനിൽ ഫോം ചെയ്ത INCയുടെ ഒരു വിങ് ആണെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കമ്മിറ്റി എന്ന് പറയുന്നത്. INCയുടെ ഒരു ചെറിയൊരു സംഘടന എന്ത് ചെയ്തു? INCയുടെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ ഫോം ചെയ്തു. നമ്മൾ ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് INC എന്ന് അറിയപ്പെടും. ബ്രിട്ടീഷ് കമ്മിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ പറയുക 1889. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് എടുത്ത് ചോദിക്കാം. 1889 ബ്രിട്ടീഷ് കമ്മിറ്റി ഫോം ചെയ്തു. ശരിയോ തെറ്റോ? ശരി അല്ലേ? ഫോം ചെയ്തത് ആഫ്രിക്കയിലാണ്. ശരിയോ തെറ്റോ? തെറ്റ്. എവിടെയാണ് ഫോം ചെയ്തത്? ലണ്ടനിലാണ്. ഓക്കെ, ഇത് ഫോം ചെയ്ത വ്യക്തിയുടെ പേര് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ദ ബ്രിട്ടീഷ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ പ്രൈമറി എയിം ഓഫ് മേക്കിംഗ് ഇന്ത്യൻ പീപ്പിൾ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ദ വേരിയസ് സ്റ്റേറ്റ്സ് അവെയർ ഓഫ് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യക്കാർ ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് ഇന്ത്യയിൽ അനുവദിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ബാക്കിയുള്ള പ്രധാനമായിട്ടും ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ പീപ്പിൾസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഘടനയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ പ്രൈമറി എയിം ഓഫ് മേക്കിംഗ്
ഇന്ത്യൻ പീപ്പിൾ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് വേരിയസ് സ്റ്റേറ്റ്സ്, ബ്രിട്ടനിലും അതുപോലെ പല രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാരെ, അവെയർ ഓഫ് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യക്കാർ ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്ക് പുറത്തുള്ള പ്രധാനമായിട്ടും ബ്രിട്ടനിലുള്ള ഇന്ത്യക്കാരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി. 1889 ബ്രിട്ടീഷ് കമ്മിറ്റി എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. ഇതിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് വില്യം ബെഡർബാൻ. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് വില്യം ബെഡർബാൻ. വില്യം ബെഡർബാനാണ് എന്ത് തിയറി ഫോം ചെയ്തത്, സേഫ്റ്റി വാൽവ് തിയറി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. വില്യം ബെഡർബാനും കൂടെ എ.ഒ. ഹ്യൂമും കൂടെ ചേർന്നാണ് INC എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്യാൻ കാരണമായ തിയറി എന്ത് ചെയ്യുന്നത്, മുൻപോട്ട് വയ്ക്കുന്നത്. ആ വില്യം ബെഡർബാൻ ആയിരുന്നു ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം INCയുടെ പ്രസിഡന്റുമായി വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യൽ ജേണൽ പബ്ലിഷ്ഡ്, ഈ ബ്രിട്ടീഷ് കമ്മിറ്റി പബ്ലിഷ് ചെയ്ത ഒഫീഷ്യൽ ജേണലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1890. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ജേണൽ പബ്ലിഷ് ചെയ്ത INCയുടെ ഘടകമാണ് ബ്രിട്ടീഷ് കമ്മിറ്റി. ഏത് വർഷമാണ് അവർ ഇന്ത്യ എന്ന് പറയുന്ന ജേണൽ പബ്ലിഷ് ചെയ്തത്? അത് 1890. എന്നാണ് അവർ ബ്രിട്ടീഷ് കമ്മിറ്റി എന്ന് പറയുന്നതിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്? അത് 1889. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? വില്യം ബെഡർബാൻ. എങ്കിൽ എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം? എന്താണ് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണേ? സെറ്റല്ലേ? അടുത്തലോട്ട് പോവാം. നോക്കിക്കൊള്ളുക, ഫേസസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. ദേശീയ മൂവ്മെൻറ്റ്സുകളുടെ, നാഷണൽ മൂവ്മെൻറ്റ്സുകളുടെ ഫേസുകൾ, അതിൻ്റെ മുഖങ്ങൾ. അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് സമരങ്ങൾ നടന്നത്, അതിന് എത്ര രീതിയിലുള്ള മുഖങ്ങളുണ്ടായിരുന്നു എന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ആദ്യത്തേത് മോഡറേറ്റ് ഫേസ് ആണ്. നമ്മൾ ഈ വിപ്ലവകാരികളെ പ്രധാനമായിട്ടും മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. മിതവാദി കാലഘട്ടം, തീവ്രവാദി കാലഘട്ടം, പിന്നെ ഗാന്ധിയൻ കാലഘട്ടം എന്നാണ്. അതിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോഡറേറ്റ് ഫേസ്, മിതവാദി. ഇവരെ നമ്മൾ മിതവാദികളെന്ന് പറയും. മിതവാദി കാലഘട്ടം അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസ് ആദ്യം പഠിക്കേണ്ടത് 1885 മുതൽ 1905 വരെ, അതായത് INC ഫോം ചെയ്ത വർഷം 85 മുതൽ 1905 വരെ ഇവിടെ മോഡറേറ്റ് ഫേസ് ആണ്, അല്ലെങ്കിൽ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു നിലനിന്നിരുന്നത്. ആരൊക്കെയായിരുന്നു ഈ മിതവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് ചോദിച്ചാൽ പറയുക, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, സുരേന്ദ്രനാഥ് ബാനർജി തുടങ്ങിയവരാണ് നമ്മുടെ മിതവാദികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയണം, എൻ്റെ കൂടെ പറയണം. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ദിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, സുരേന്ദ്രനാഥ ബാനർജി. ഇവരൊക്കെ ആയിരുന്നു മോഡറേറ്റ് ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. ഇദ്ദേഹമാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. ബദറുദ്ദീൻ ദിയാബ്ജി പഠിച്ചു, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. WC ബാനർജി പഠിച്ചു. അപ്പോൾ ഓൾറെഡി 3 പേര് നമ്മൾ പഠിച്ചു. ബാക്കി ഫിറോസ് ഷാ മേത്ത, അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെക്കും പ്രത്യേകതയുണ്ട്. MG റാനഡെ, സുരേന്ദ്ര ബാനർജി. ഇത്രയും കൂടെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ചുരുങ്ങിയത് ഇവരുടെ പേര് കണ്ടാൽ ഇവർ മോഡറേറ്റ് ഫേസിലാണോ, നമ്മൾ എക്സ്ട്രീമിറ്റ് ഫേസ് പഠിക്കും, അതിനകത്താണോ എന്ന് മനസ്സിലാക്കാനെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണ്. എങ്കിൽ ഇവരുടെ മെത്തേഡ് ഉണ്ടായിരുന്നു. ഇവർ സമരങ്ങളെ നേരിട്ട രീതിയാണ് പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. ഇത് ഉറപ്പായിട്ടും പഠിക്കണം. നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. പ്രാർത്ഥിക്കുക, പരാതിപ്പെടുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഇതായിരുന്നു ഈ മിതവാദികളുടെ എന്തെന്ന് പറയുന്നത്, ഒരു രീതി എന്ന് പറയുന്നത്. പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. PPP എന്ന് പഠിച്ചു വെച്ചാൽ മതി. 3 PPP. പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്, PPP അല്ലേ? മോഡറേറ്റ് ഫേസ് ആണ്. ഒരു PPP എന്ന് പറഞ്ഞ് ഇരുന്നത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ താമസിച്ചതെന്നാണ് ചരിത്രകാരന്മാരും ഇത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്.
അതുകൊണ്ട് ഇവർ പി അടിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങ് ഓർത്ത് വയ്ക്കും. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ചരിത്രകാരന്മാർ ഇതിനെയൊക്കെ പറ്റി പലതും പറയുന്നുണ്ട്. ഈ INCയുടെ ഫോർമേഷൻ ശരിക്കും ബ്രിട്ടീഷുകാരെ സഹായിക്കാനാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരാണത് ഒരു പരിധിവരെ. അത് ശരിയാണ്, അത് നമ്മൾ നേരത്തെ സുരക്ഷാ വാൽവ് തിയറിയിൽ പഠിച്ചത്, നമ്മളിത് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ മോഡറേറ്റ് ഫേസിൽ അവരുടെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രെയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മളീ പഠിച്ച നേതാക്കളൊക്കെ ഈ മോഡറേറ്റ് ഫേസിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരുടെയൊക്കെ നേതാവായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മോഡറേറ്റ് ഫേസിലെ ആളുകളുടെ നേതാവ്, അവരെ നയിച്ചുകൊണ്ടുപോയ വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, മനസ്സിലായോ? ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മോഡറേറ്റ് ഫേസ് 1885 മുതൽ 1905 വരെ ഇന്ത്യയിൽ നടന്ന INCയുടെ ആളുകളായിരുന്നു എന്നു പറയുന്നത് മോഡറേറ്റ് ഫേസിൽ ഉൾപ്പെടുന്ന ആളുകളെന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ദിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, സുരേന്ദ്രനാഥ് ബാനർജി. ഇവരുടെ ലീഡറിന്റെ പേര് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാണ്. ഇവരുടെ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് പ്രെയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. പ്രെയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. ഓക്കെ ആണേ. അടുത്ത് നോക്കുക, എക്സ്ട്രീമിറ്റി ഫേസ്, തീവ്രവാദി കാലഘട്ടം. തീവ്രവാദി കാലഘട്ടം അല്ലെങ്കിൽ എക്സ്ട്രീമിറ്റി ഫേസ്, തീവ്രവാദി കാലഘട്ടം. ശരിക്കും തീവ്ര ദേശീയതയുടെ കാലഘട്ടം. നമ്മൾ തീവ്രവാദി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന തീവ്രവാദികളുമായിട്ട് അവർക്ക് കുറച്ച് തീവ്രത കൂടുതലായിരുന്നു. അതായത് മറ്റവർ ഈ പറഞ്ഞ കണക്ക് പ്രെയർ, പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ് ആ രീതിയിൽ പോയപ്പോൾ ഇവർ കുറച്ചും കൂടെ വൈഡായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അല്ലേ. അതായത് ബ്രിട്ടീഷുകാർക്ക് അടിച്ചാൽ തിരിച്ചടിക്കുക എന്നാണ്, ആ രീതിയിലുള്ള സമരങ്ങൾ നടപ്പിലാക്കുക. അതൊക്കെയാണ് എക്സ്ട്രീമിറ്റി ഫേസ്. നമ്മളറിയേണ്ടത് എക്സ്ട്രീമിറ്റി ഫേസ് 1905 മുതൽ 1919 വരെയാണ്. 1905 മുതൽ 1919 ഈ എക്സ്ട്രീമിറ്റി ഫേസ് അവസാനിക്കുന്നു. ശേഷം ഗാന്ധിയൻ ഫേസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രീമിറ്റി ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ബാലഗംഗാധര തിലകൻ, ലാല ലജ്പത് റായ്, വിപിൻ ചന്ദ്ര പാൽ, അരബിന്ദോ ഘോഷ്. ഓക്കെ, ബാലഗംഗാധര തിലകൻ, ലാല ലജ്പത് റായ്, വിപിൻ ചന്ദ്ര പാൽ. നമ്മളവരുടെ ലാൽ പാൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കും കേട്ടോ. ലാൽ പാൽ. ബാലഗംഗാധര തിലകൻ, ലാല ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ഇവരെ കൂടെ അരബിന്ദോ ഘോഷും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് എക്സ്ട്രീമിറ്റി ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. 1905 മുതൽ 1919 വരെ ആയിരുന്നു ഈ എക്സ്ട്രീമിറ്റി ഫേസ് നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു 1885 മുതൽ 1905 വരെ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു, മോഡറേറ്റ് ഫേസ് ആയിരുന്നു. എന്താണ് അതിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്നൊരു എക്സ്ട്രീമിറ്റി ഫേസിലേക്ക് പോകാനായിട്ട് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന്. ദ റീസൺ ഫോർ ഗ്രോത്ത്, ഇങ്ങനൊരു എക്സ്ട്രീമിറ്റി ഫേസ് ഉണ്ടാകുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ അവർ വളർന്നു തരാൻ കാരണം എന്ന് പറയുന്നത് റിയലൈസേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റീവ് നാച്ചർ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ്. റിയലൈസേഷൻ ഓഫ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റീവ് നാച്ചർ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തിരിച്ചറിവ് എന്തിന് കാരണമായി? എക്സ്ട്രീമിറ്റി ഫേസിന് കാരണമായി. നമ്മളെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുകയാണ്. എന്മാതിരി INC ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ ലാല ലജ്പത് റായ് ആണ് ഇതിന് മുമ്പോട്ട് വെച്ചതെന്നോ ഉള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലാല ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാലും ഒക്കെ ഇതിനെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ ഈ PSCയുടെ ഉത്തരത്തിൽ ലാല ലജ്പത് റായ് തന്നതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതാണ് കൂടുതൽ പോപ്പുലർ ആകുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വെച്ചത്. ഓക്കെ, അപ്പോൾ അതൊന്നാമത്തെ കാരണം. അടുത്തത് വേഴ്സണിങ് എക്കണോമിക് കണ്ടീഷൻസ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായി ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് നാഷണൽ ഇവൻസ്. അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സമരങ്ങളൊക്കെ എന്തിന് കാരണമായി? ഈ എക്സ്ട്രീമിറ്റി ഫേസിൽ നടക്കാനായിട്ട് കാരണമായി. 1905 മുതൽ 19 വരെയാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്, ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളിവിടെ കണ്ടത് കണക്ക് എന്തല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന സമരങ്ങളായാലും അല്ല നടക്കുന്ന സമരങ്ങളായാലും നമ്മുടെ കണ്ടത് കളെ മോഡറേറ്റ് ഫേസ് കണക്ക് ബ്രിട്ടീഷുകാരമ്മ പോയി പരാതി പറയുന്നു, പെറ്റീഷൻ കൊടുക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ആ രീതിയിലല്ല. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. മോഡറേറ്റ് ഫേസ് എന്തായിരുന്നു? പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല. ഇവർ നമ്മളെ ചൂഷണം ചെയ്യുകയാണ്, ബ്രിട്ടീഷുകാർ നമ്മളെ മുതലെടുക്കുകയാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്.
അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രീതിയിലുള്ള വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് എന്തിന് കാരണമായത്, ഈ എക്സ്ട്രീമിറ്റി ഫേസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. അത് 1905 മുതൽ 1919 വരെ ആയിരുന്നു. ഓക്കെയാണേ. അടുത്തത് 1919 മുതൽ 47 വരെ ഗാന്ധിയൻ ഫേസ്, ഗാന്ധിജിയുടെ കാലഘട്ടം, അഹിംസ ഒക്കെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഗാന്ധിയൻ കാലഘട്ടമാണ് 1919 മുതൽ 40 വരെ. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഗാന്ധിജി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് തന്നെ വിശദമായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധിയൻ ഫേസ് നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റില്ല, കുറച്ച് ഡീറ്റെയിലായിട്ട് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ഗാന്ധിയൻ ഫേസ് 1919 മുതൽ 47 വരെയായിരുന്നു ഗാന്ധിയൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിതവാദികളെക്കുറിച്ചും തീവ്രവാദികളെക്കുറിച്ചും പഠിച്ചു. 1885 മുതൽ 1905 വരെ മോഡറേറ്റ് ഫേസ് ആണ്. അതിനുശേഷം 1919 വരെ എക്സ്ട്രീമിസ്റ്റ് ഫേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും ഒരു സമയത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, 1885 മുതൽ 1905 വരെ മോഡറേറ്റ് ഫേസ്. അതിനുശേഷം കുറേ ആളുകൾ വന്നിട്ട് നിങ്ങളെ ഈ പരിപാടി ശരിയല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്മാരെ നമ്മളെ ചൂഷണം ചെയ്ത് കൊല്ലുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1905 മുതൽ 1919 വരെ അടുത്ത എക്സ്ട്രീമിസ്റ്റ് ഫേസ് കൊണ്ടുവരുന്നു. ഇതിനിടയിൽ 1907 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ രണ്ടാളുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളെ വഴി, നമുക്ക് നമ്മളെ വഴി, നിങ്ങൾ എന്താണെന്നാ ചെയ്തു, നമുക്ക് തോന്നും പോലെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവർ രണ്ടും സ്പ്ലിറ്റ് ആകുന്നു. ആ സ്പ്ലിറ്റ് ആകുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് നമ്മൾ അറിയപ്പെടും. സൂററ്റ് പിളർപ്പ്, അതായത് 1907 സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും രണ്ടായി പിരിയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സൂററ്റ് പിളർപ്പ് അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത് ശരിക്കും ആരുടെ കാലഘട്ടത്താണ്, ഈ എക്സ്ട്രീമിസ്റ്റുകളുടെ കാലഘട്ടത്താണ്. 1985 മുതൽ 5 വരെ ആയും മോഡറേറ്റുകളുടെ ഫേസ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇവരായിരുന്നു കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, നമുക്കിത് പറ്റില്ല, മോഡറേറ്റുകൾ പറഞ്ഞു നിങ്ങളെ ഈ പരിപാടി നമുക്ക് പറ്റില്ല, നമുക്ക് കുറച്ച് സമാധാനമൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവരിത് സ്പ്ലിറ്റ് ആയിട്ട് പോയി. അത് 1907 മറക്കരുത്. അപ്പോൾ ഈ 1907 ഈ സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ്റെ പേരൂടെ പഠിക്കുക. റാഷ് ബിഹാരി ഘോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റാഷ് ബിഹാരി ഘോഷ്. ആരാണ് റാഷ് ബിഹാരി ഘോഷ് എന്ന് ചോദിച്ചാൽ 1857 INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. 1907 INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത്. 1907 INC സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നു. ഓക്കെയാണ്. എങ്കിൽ ഈ പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും 1916 എന്ത് ചെയ്യുന്നു, വീണ്ടും റീയൂണിയൻ ചെയ്യുന്നു, വീണ്ടും യോജിപ്പിക്കുന്നു. അതിനെ നമ്മൾ 1916 സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, മിതവാദികളും തീവ്രവാദികളും റീയൂണിയൻ ചെയ്യുന്നത്. ഓക്കെ, 1916 സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേരാണ് AC മജുംദർ. AC മജുംദർ ആയിരുന്നു 1916 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 1916 ഈ റീയൂണിയൻ നടക്കുന്നത്. ആരുടെയൊക്കെ റീയൂണിയൻ? മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും റീയൂണിയൻ നടക്കുന്നത് ലക്നൗ സമ്മേളനമാണ്. ലക്നൗ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഒന്നിക്കുന്നത്. ആ ലക്നൗ സമ്മേളനത്തിന്റെ 16 സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് AC മജുംദാർ എന്ന് പറയുന്ന വ്യക്തി. AC മജുംദർ. ഓക്കെയാണ്. അപ്പോൾ 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നു. എന്താണ് സൂററ്റ് സ്പ്ലിറ്റ്? 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് മിതവാദികളും തീവ്രവാദികളും രണ്ടാകുന്നു. ആ 1907 സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേര് റാഷ് ബിഹാരി ഘോഷ് എന്നാണ്. 1916 ഈ മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിക്കുന്നു. അത് 1916 ലക്നൗ സമ്മേളനം. അതിന്റെ പ്രസിഡന്റ് AC മജുംദാർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത് മിതവാദികളും തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ INC ഈ പറയുന്ന സമയത്ത്, അതായത് INCയുടെ ഫോർമേഷൻ സമയത്ത് നമ്മുടെ ചില ചുമതലകൾ വഹിച്ചിരുന്ന ആളുകളെ കൂടി പഠിക്കാം. INC ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരാണ് ക്യൂൻ വിക്ടോറിയ. INC ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരാണ് ക്യൂൻ വിക്ടോറിയ രാജ്ഞിയായിരുന്നു INC ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി. എങ്കിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ലോർഡ് സാലിസ്ബറി പ്രഭു. ലോർഡ് സാലിസ്ബറി ആയിരുന്നു INC ഫോം ചെയ്യുന്ന സമയത്തുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്തത്
വൈസ്രോയി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ്രോയുടെ പേരാണ് ലോർഡ് ഡഫറിൻ പ്രഭു. ലോർഡ് ഡഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്ന വ്യക്തി, ലോർഡ് ഡഫറിൻ. ഓക്കെ, എങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഡോൾഫ് ചർച്ചിലായിരുന്നു എന്നു പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റഡോൾഫ് ചർച്ചിൽ. റഡോൾഫ് ചർച്ചിൽ. ഓക്കെ, എങ്കിൽ ഗവർണർ ഓഫ് ബോംബെ, ബോംബെയുടെ ഗവർണർ ആയിരുന്നു ലോർഡ് റേ. ലോർഡ് റേ ആയിരുന്നു ബോംബെയുടെ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെയാണേ? ഒന്നും കൂടി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേര് ക്യൂൻ വിക്ടോറിയ എന്നാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ലോർഡ് സാലിസ്ബറി പ്രഭു. ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഡഫറിൻ. എങ്കിൽ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് റഡോൾഫ് ചർച്ചിൽ. റഡോൾഫ് ചർച്ചിൽ. എങ്കിൽ ഗവർണർ ഓഫ് ബോംബെ, ബോംബെയിലെ ഗവർണർ ആയിരുന്നു ലോർഡ് റേ. ലോർഡ് റേ. ഓക്കെയാണേ? ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് INC ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മനസ്സിലോർത്ത് നോക്കുക. 1887 വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ആ വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ പഠിച്ച ശേഷം, അങ്ങനെ പരാജയപ്പെട്ട ശേഷം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നടന്നു, ഏത് നിയമം കൊണ്ടുവന്നു, 1888 ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട്. അതിനെ ആരെടുത്തു, അതിൻ്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്തു, ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടാകുന്നു, അതിനെ തടയാൻ വേണ്ടിയിട്ട് INC ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി INC ഫോം ചെയ്തത് ആരാണ്, അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്, ആ പേര് കൊടുത്തത് ആരാണ്, അല്ലേ, പേരിൻ്റെ അർത്ഥം എന്താണ്, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സേഫ്റ്റി വാൽവ് തിയറി നമ്മൾ പഠിച്ചു. എന്താണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പഠിച്ചു. ഓക്കെ, 3 ഫേസുകൾ പഠിച്ചു. മോഡറേറ്റ് ഫേസ്, എക്സ്ട്രീമിസ്റ്റ് ഫേസ്, അതുപോലെ ഗാന്ധിയൻ ഫേസ് പഠിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. INC തീർന്നിട്ടില്ല. മറ്റൊരു ക്ലാസ്സിൽ INCയുടെ ബാക്കിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.